പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടോവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം, പിക്ചർ അഭി ബാക്കി ഹെ. നമ്മുടെ റാഫേലേട്ടൻ പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ, തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, അത് റാഫേലേട്ടനാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് റാഫേലേട്ടൻ ഒരു ഷാറൂഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോ ഈ ടീമിന് സുരേഷ് ഏട്ടൻ, ബിജു, ടൊവി, നോഫൽ, ബ്രിജേഷ്, എല്ലാവർക്കും എന്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി പേടിച്ചിരിക്കുമായിരുന്നു. എന്റെ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ചു മുമ്പ് ജെയ്ക്സ് എന്നെ 2 ദിവസം കൊണ്ട് ബ്രോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ബഡ്ജറ്റ് കൂട്ടാനാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. കറക്റ്റ് വന്ന് മുമ്പിൽ ചാടി. അടുത്തിരുന്നപ്പോ ഞാൻ ഇടത്തോട്ട് നോക്കായിരുന്നു, എന്താ നോക്കാത്തത്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കുന്നു പേടിച്ചാണ് ഞാൻ നോക്കാത്തത്. അടുത്തത് ശ്രീധരനെ വിളിക്കാം. അപ്പൊ ജെയ്ക്സ് ബിജോയ് എന്റെ എല്ലാ സിനിമയുടെയും സംഗീത സംവിധായകനാണ്. നമസ്കാരം. ഇത് എല്ലാത്തിലും ഉപരി ഒരു ഫാമിലി പടമാണ്. ഡിജോയുടെ കൂടെ 4ാമത്തെ സിനിമയാണ്. ക്വീൻ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ഡിജോയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്കറിയാം ഡിജോ ഒരു പടത്തിലെടുക്കുന്ന എഫേർട്ട്, അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അവന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഇതിന് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2018 തൊട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാനും ശ്രീത്തും ഡിജോയും കൂടെ ഒരു മുറിയൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇത്തവണ ഒരു കാരണം വെച്ചാൽ മിസ്സാവില്ല എന്നുള്ള രീതിയിലാണ് സീൻ ബൈ സീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ വന്ന ഒരു സ്ട്രക്ചറിൽ. ഇനി സുരേഷ് ഏട്ടൻ കൂടെ ഒരു പ്രാവശ്യം ഇരിക്കണം. ഞാനും ഇത് പഠിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വിജയുടെ കൂടെ ചെറുതായിട്ട് എന്താ പറയാ അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിലവൻ ഒരു ഫ്രീഡം തരുന്നുണ്ട്. പിന്നെ ടൊവിയും ഞാനും ഇപ്പൊ ഞങ്ങളുടെ അടുപ്പിച്ച് കുറെ സിനിമകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് മാസ് തുടങ്ങിയ ആൾക്കാർ. കൽക്കി എന്ന സിനിമയിലാണ് ഞാനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിന്റെ തീം ടൊവി എന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് കൽക്കിയിലെ തീം. അത് കഴിഞ്ഞിട്ട് ടൊവിയുടെ ഒരു മാസ് സിനിമ പിന്നെയും ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു പ്രിപ്പറേഷനും ഉണ്ട്. സിനിമ നല്ലൊരു പ്രമേയം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ടൊവിയുടെ. അതിന്റെ സെറ്റിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് അതുപോലെ എടുക്കാൻ പറ്റട്ടെ. ഒരു കാരണം വെച്ചാൽ മിസ്സാകത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. താങ്ക് യു. അതിന്റെ ഇടയിൽ നമ്മുടെ പൂജ അല്ലേ. മോർണിംഗ് എവരിവൺ. വളരെ സന്തോഷമുണ്ട്. കൂടെയുള്ള ആദ്യത്തെ പടമാണ്. ഡിജോടൊപ്പം 3ാമത്തെ. സ്ക്രിപ്റ്റ് ലെവലിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയായിട്ട് വരയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ, കാസ്റ്റ് ബേസിക്കലി എല്ലാവരും ഒന്ന് വായും. നമുക്കൊരു ഫൈനൽ റാമ്പ് അപ്പ് ഒരു ഫോട്ടോ എടുക്കാം. വായും ടെക്നിക്കൽ ടീം. അലക്സ് ബ്രോ വാ, അനിലേട്ടൻ വാ, നമ്മുടെ റഷീദിന വായോ ദേ കോസ്റ്റ്യൂമർ മാൻ വരൂ. യെസ്, Thank you so much, everyone. And with that,